ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു വിൻറ്റേജ് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു UC വണ്ടിയാണ് കേട്ടോ. കുറച്ച് കുറച്ചായി എടുത്തിട്ട് അപ്പം സർവീസിന് വന്നപ്പം കാണിക്കുകയെന്ന് മാത്രം. പഴയ മോഡൽ ഹെഡ്ലൈറ്റ്, അതേപോലെ പഴയ മോഡൽ സ്കള്, സ്മിത്തിൻ്റെ മീറ്റർ, പിന്നെ ഹാൻഡിൽ ബാറും പഴയ മോഡൽ തന്നെയാണ്. പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഹോണ്ട സ്വിച്ച്, ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഇതിന് വെച്ചിട്ടില്ല, ഇൻഡിക്കേറ്റർ ഇല്ലാതിന് വണ്ടി. ഡീകംപ്രഷൻ, സീറ്റൊക്കെ 2 സ്പ്രിംഗ് സീറ്റാണ് വെച്ചത്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഹെൽമെറ്റ്, പക്ക വിൻറ്റേജ് മോഡലിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ചൊന്നും ഇപ്പോഴത്തെ ഇതിൽ ഇൻഡിക്കേറ്ററൊന്നും ഇല്ലാതെ വണ്ടി ഓട്ടുകാരനെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കില്ലല്ലോ, ഫൈൻ കിട്ടും. അപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഇതിൻ്റെ മുകളിലുണ്ടെങ്കിലും കൂടി സ്റ്റീലിൻ്റെ അതിനായിട്ടൊരു സ്വിച്ച്, വിൻറ്റേജ് സ്വിച്ച് വരുന്നുണ്ട്. അതൊക്കെ 4 മഴയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് വർക്കിംഗ് ഇല്ലാതാവും. കാരണം പഴയ കാലത്തുള്ള സ്വിച്ചിൻ്റെ ഒറിജിനലൊന്നുമല്ല, ആഫ്റ്റർ മാർക്കറ്റ് സ്വിച്ചാണ് കിട്ടുക. അതിൻ്റെ പിന്നെ ക്വാളിറ്റിയൊക്കെ വളരെ പൂറാണ്. പിന്നെ ഈ ക്ലച്ച് കേബിളിന് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഇതിടുന്ന സമയത്ത് ക്ലച്ച് കേബിൾ പെട്ടെന്ന് പൊട്ടുന്ന ഒരു വിഷയവും അതിൻ്റെ എഡ്ജ് കൊണ്ടിട്ട് പൊട്ടുന്നൊരു വിഷയം കാണാറുണ്ട്. പിന്നെ ഈ 2 കാര്യങ്ങളാണ് വിൻറ്റേജിലേക്ക് ഹാൻഡിൽ ബാർ മാറ്റുമ്പോൾ ഉണ്ടാകുന്നത്. പിന്നെ നമ്മളൊരു ക്രൈസ് അങ്ങ് തീർക്കാതെ മാത്രമേ ഉള്ളൂ കുറച്ച്. കൂടുതൽ ആളുകൾ ഇത് വെച്ചതിന് ശേഷം വീണ്ടും പിന്നെ പഴയലേക്ക് പോകാനുള്ള പതിവ്. പ്രാക്ടിക്കലി വരുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ സ്കള്, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതൊന്നും പ്രശ്നമല്ല, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുപോലെ തന്നെ സൈക്കിൾ ഹബിൻ്റെ കാര്യം വരുമ്പോഴും ബാക്കിൽ വീൽ അയക്കാനൊക്കെ ഏതെങ്കിലും പഞ്ചറായി കഴിഞ്ഞാലൊക്കെ വീൽ അയക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലോങ്ങൊക്കെ പോകുന്ന ആളുകളൊന്നും ഒരിക്കലും, ലോങ് റൈഡിന് ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഒരിക്കലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈക്കിൾ ഹബ്ബ് 2 രീതിയിൽ നോർമൽ ഫിറ്റിങ്സിൽ സൈക്കിൾ ഹബ്ബ് വരുന്നുണ്ട് ആഫ്റ്റർ മാർക്കറ്റ്. ഫ്രണ്ടിൽ സ്പീഡോമീറ്റർ ഡ്രൈവ് വരുന്ന രീതിയിലുള്ളത്, അപ്പോൾ അത് വാങ്ങി വെക്കാൻ നോക്കുക. സൈക്കിൾ ഹബ്ബിൻ്റെ ഫീല് കിട്ടും. സൈക്കിൾ ഹബ്ബ് തന്നെയാണ്, എന്നാലും സാധാരണ ഫ്രണ്ട് ഡ്രൈവ് വരുന്ന ടൈപ്പിന് സാധാരണ നോർമൽ ഫിറ്റിങ്സ് തന്നെയാണ്. അതിൻ്റെ കുഷ് റബ്ബറൊക്കെ നോർമലായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ, ചെയിൻ സോക്കറ്റ് നോർമലായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സൈക്കിൾ ഹബ്ബ് വാങ്ങി തിരഞ്ഞെടുക്കുക. പിന്നെ പക്ക വിൻറ്റേജിലേക്ക് പോകുന്ന സമയത്ത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്. അതല്ല, ലോക്കൽ ഓട്ടൊക്കെയാണ്, ചെറിയ ഓട്ടൊക്കെയാണ്, നമ്മൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടാൻ കുടുങ്ങാൻ മാത്രമല്ല, ലോങ് ഒന്നും ഓടുന്നില്ലെങ്കിൽ ഓക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് സ്മിത്തിൻ്റെ മീറ്റർ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നാണ് പറയാം. പക്ഷേ ഇംഗ്ലണ്ടൊന്നുമല്ല, ശരിക്കും സ്മിത്തിൻ്റെ മീറ്റർ പിന്നെ നമ്മളെ മദ്രാസിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് അവിടുന്ന് പോയി, അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അടിച്ച് വരുന്നതായിരുന്നു. ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിന്നെ സ്മിത്തിൻ്റെ മീറ്റർ മൈലിലും വരുന്നുണ്ട്, കിലോമീറ്ററിലും വരുന്നുണ്ട്. മൈലിൽ ആകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ സ്പീഡ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് കിലോമീറ്ററിൽ വേണം തിരഞ്ഞെടുക്കാൻ നോക്കുക.
ഓപ്പോസിറ്റ് ആയിരിക്കും വരിക, ഡയലോ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. പിന്നെ പഴയമുള്ള ആംബിയർ മീറ്ററും ഓക്കെ, അതും കിട്ടാനുണ്ട്. പക്ഷേ സ്പ്രിങ് സീറ്റ്, ലെതറിൻ്റെ സ്പ്രിങ് സീറ്റ് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലോങ് ഒക്കെ ഓടാൻ പറ്റുന്ന സ്പ്രിങ് സീറ്റ് തന്നെയാണ് കേട്ടോ. ലെതർ ആയതുകൊണ്ട് തന്നെ കുഷനിങ് കുറച്ച് കുറയെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യല്ല ലോങ് ഓടിക്കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ ഈ അടുത്തൊന്നും ലോങ് ഓടിയിട്ടില്ല, കുറച്ച് മുന്നേ കുറേ ലോങ് ഒക്കെ റൈഡ് 300-400 കിലോമീറ്റർ ഒക്കെ ഓടിയിരുന്നു. അപ്പോഴും ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പക്ക വിൻറ്റേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ട് പാർട്സുകളൊക്കെ മഡ് ഗാർഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ മഡ് ഗാർഡ് നല്ല ശ്രദ്ധിക്കും. മിക്കവാറും ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബാക്കിലൊരു ഭംഗിയില്ലാത്ത രീതിയിൽ, ഒരു മാച്ചിങ് ഇല്ലാത്ത രീതിയിൽ ടയർ വേറെ തിരിച്ചെടുക്കുന്നു, ബാക്ക് മഡ് ഗാർഡ് വേറെ തിരിച്ചെടുക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വണ്ടിയായിട്ട് യാതൊരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ മഡ് ഗാർഡ് ഉണ്ടാക്കുന്നവരുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. അങ്ങനെ വിൻറ്റേജ് മഡ് ഗാർഡ് ആവുന്നുള്ളൂ. വണ്ടിയായിട്ട് നമ്മൾ ഇലക്ട്രൻ്റെ ഒക്കെ മാതിരി തിരിച്ചെടുക്കുന്ന മാതിരിയുള്ള ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്, വണ്ടിക്ക് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ. ഇതേതാ മോഡൽ വണ്ടി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ടോർക്ക് കിട്ടുന്നുണ്ട്. 35 km/h ടോപ്പ് ഗിയറിലൊക്കെ പോകുന്നുണ്ട്, 30-35 പോകുന്നുണ്ട്. അപ്പോൾ ക്രാങ്ക് വെയിറ്റിൽ വണ്ടി ആയിരിക്കാം. മോഡലും എനിക്കറിയില്ല, എഞ്ചിൻ ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി 3 ഡിസ്ക് ക്ലച്ചുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ടോർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്ലച്ചിൻ്റെ കാര്യം ഞാൻ ഇന്നലെ കുറച്ച് മുന്നേ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 3 ഡിസ്കും 4 ഡിസ്കും ക്ലച്ചും നമ്മൾ ഡിഫറൻറ്റ് ആണ്, ആർക്കാണ് എവിടെയാണ് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഹെവി ക്രാങ്ക് ആയി കഴിഞ്ഞാൽ വലിയ പിക്കപ്പ് കുറച്ച് ഒന്ന് കുറയും എന്നുള്ള മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടുക എന്ന് പറയുമ്പം ഹൈ സ്പീഡ് കുറച്ച് കുറയും. അതേമാതിരി പെട്ടെന്ന് എടുത്തു പോകാനുള്ള ടെൻഡൻസി വണ്ടി കുറവായിരിക്കും. നല്ല ടോർക്ക്, ലോ എൻഡിൽ നല്ല ടോർക്ക് കിട്ടുന്നത് മാത്രമാണ് പിന്നെ ക്രാങ്ക് വെയിറ്റ് കൂടിയോണ്ടുള്ള ബെനിഫിറ്റ്. ഇപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ വണ്ടി വേറെ സ്ഥലത്ത് നിന്ന് റീസ്റ്റോർ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തതാണ്. പെയിൻറ്റൊക്കെ പക്കാ പൊളിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ. നല്ല പൈസ കയറി വർക്ക് ചെയ്ത ഒരു വണ്ടിയായിരുന്നു. രണ്ടാമത് ചെയ്യാനാണ്. പക്ഷേ ഇത് പെയിൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ സങ്കടം വന്നു. അത്രമാതിരി തുരുമ്പ് പിടിച്ച് പൊങ്ങി കിടക്കുന്നു. ഒരു സ്ഥലവും കംപ്ലൈൻ്റ് ആവാത്തതില്ല. നമ്മൾ മഡ് ഗാർഡൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് റെസ്റ്റൊന്നും കളയാതെ, അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഡയറക്റ്റ് പെയിൻ്റ് അടിക്കുന്നത് കൊണ്ടാണ്, അതിൻ്റെ കോട്ടിങ് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിങ് വളരെ പ്രധാനമാണ്. പക്ഷേ എന്തായാലും ഈ CI എഞ്ചിൻ്റെ വണ്ടി ക്രാങ്ക് വെയിറ്റ് കൂട്ടിയതാണേലും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൂട്ടിയതാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ. ആ ഒരു എക്സോസിൻ്റെ പഞ്ചും നോട്ടും എല്ലാം നമുക്ക് വളരെ രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ CI എഞ്ചിന് ഒരിക്കലും പിടപ്പിച്ച് പോകാത്തൊരു വണ്ടിയാണ്. ഇതൊന്നും ചെയിൻ സ്പോക്കറ്റിൻ്റെ ടീത്ത് പൊട്ടുന്ന പ്രശ്നമേ കാണാറില്ല. എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടും. അപ്പോൾ മെയിൻ്റനൻസ് നോക്കുകയാണ് വളരെ കുറവാണ് എന്ന് പറയാം കേട്ടോ. കാരണം അടിക്കടി തന്നെ പണിയെടുപ്പിക്കേണ്ട ഒരു വണ്ടിയൊന്നുമല്ല CI എഞ്ചിൻ. ചെറിയൊരു ഓയിൽ ലീക്ക് അവിടെ ഇവിടെയും കാണും എന്നുള്ളത് കമ്പനി നിർത്തിയാലും തീരാത്തൊരു ഓയിൽ ലീക്ക് എന്നായിരുന്നു പഴയ കാലത്ത് റോയൽ എൻഫീൽഡ് CI എഞ്ചിനെ പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ഒക്കെ നല്ല സീറ്റിംഗ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവുന്നില്ല. കറക്റ്റ് ഓയിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നിർത്തിയിടുന്ന സമയത്ത് ലോങ് ടൈം പാർക്കിംഗ് ആണെങ്കിൽ ഓയിൽ മാറ്റി പുതിയ ഓയിൽ, ഫ്രഷ് ഓയിൽ അതിലേക്ക് വെച്ചിട്ട് പിന്നെ മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഓയിലിൻ്റെ സ്ലഡ്ജ് മുഴുവൻ അടിഞ്ഞു കൂടി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ പമ്പ് ശരിക്ക് വലിക്കാതെ, ആ ഹോള് ബ്ലോക്ക് ആയിരുന്ന പമ്പ് ശരിക്ക് വലിക്കാതെ വരികയും ക്രാങ്ക് കേസിൽ ഓയിൽ നിറയും. ആ ഓയിൽ നിറയുന്ന സമയത്ത് ബ്രീത്തറിലൂടെ ഓയിൽ നല്ലോണം അടിച്ച് പുറത്തേക്ക് വരും. ചില സമയങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ ബ്രീത്തറിൻ്റെ ഓയിൽ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് ഓടി കഴിയുമ്പം ചിലപ്പം ചൂടായിട്ട് അതൊന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്കിങ് കൊണ്ട് സക്കിൻ്റെ പവർ കൊണ്ടിൽ ഓപ്പണായി വരും.
അപ്പോൾ അതാണ് ഈ നിർത്തിയിട്ട വണ്ടികളിൽ ബ്രീത്തലോട് ഓയിൽ വരാനുള്ള കാരണം ആ ഒരു ഹോള് ശരിക്കും ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ടി ലോങ് ടൈം നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എൻജിൻ ഓയിൽ മാറ്റിയതിന് ശേഷം നിർത്തിയിടുക കേട്ടോ. ഇത് നമുക്ക് ടോപ്പ് ഗിയറിൽ എത്ര സ്പീഡിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് 35 പോകണം കേട്ടോ. 35 ആണ് സാധാരണ യൂസ് ചെയ്യുക. എഞ്ചിനൊക്കെ എൻ്റെ പ്രകടനം തന്നെയാണ് ഈ വണ്ടി കാഴ്ചവെക്കുന്നത്. പിന്നെ സി എഞ്ചിന് ഏറ്റവും വലിയ പ്രത്യേകത എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിൻ്റെ എക്സോസ്റ്റിനോട്ട് സൈലൻസർ മാറ്റി വെച്ച് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു പിന്നെ പ്രശ്നം വരുന്നില്ല. നിയമപരമായിട്ട് പ്രശ്നമില്ല എന്നുള്ള കാരണം ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഒരു എക്സോസ്റ്റ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് തന്നെ നമുക്ക് മീഡിയം സൗണ്ടിൽ സൈലൻസർ വെച്ചിട്ട് ധൈര്യമായിട്ട് ഓടാൻ പറ്റുന്നുള്ള വലിയൊരു പ്രത്യേകതയാണ്. ഫൈനും കാര്യങ്ങളൊന്നും ഇല്ലാതെ. പഴയ കാലത്തുള്ള സൈലൻസർ വെക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ സൗണ്ട് കേട്ടുകൊണ്ട് നമുക്ക് പേടിക്കാതെ നിയമത്തിൻ്റെ ഒരു കുരുക്കില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും സി എഞ്ചിൻ. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ യു സി എഞ്ചിന് ഇപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടുന്നുണ്ടല്ലോ. അതാണ് ഇതിലുള്ളൊരു മെച്ചം കേട്ടോ. പിന്നെ സി എഞ്ചിൻ എടുക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലത് നിങ്ങൾ വർക്ക് എടുത്ത് കഴിഞ്ഞ വണ്ടി എടുക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഡെഡ് സ്റ്റോക്കുള്ള ഡെഡാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ മീഡിയം വർക്കാണെങ്കിലും ഇനി ഡെഡിലാണ് വണ്ടി കിടക്കുന്നതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് പണിയുക. നല്ല വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് നല്ലൊരു വണ്ടി എടുത്തങ്ങ് പണിയുക. ആ പണിതാൽ ആ വണ്ടി തിരിഞ്ഞ് നോക്കേണ്ട വരുമല്ലോ കേട്ടോ. പിന്നെ ഈ വിൽപ്പനക്കായിട്ടുള്ള വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും. ഇപ്പോൾ ഒപ്പിച്ചൊരുപാട് നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് വണ്ടികൾ വന്ന് പെട്ടുപോകേണ്ട ആളുകൾ ഒപ്പിച്ച് പണിയെടുത്ത് എങ്ങനെ ഓടിക്കുന്ന കണ്ടീഷനിൽ കോസ്മാറ്റിക് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഭംഗിയാക്കുന്ന ഇതിലിട്ടിട്ട് കുറച്ച് കഴിയും വണ്ടിക്ക് പണി കിട്ടുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സി എൻ ജിയിലേക്ക് പോകുമ്പോൾ നല്ലൊരു വർക്ക്ഷോപ്പ് കണ്ടെത്തിയിട്ട് അതിൽ നല്ല ഒരു വണ്ടി ഒരു കുറഞ്ഞ വിലക്ക് കിട്ടുന്നൊരു വണ്ടി എടുത്തങ്ങ് പണിതാളുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാലം തിരിഞ്ഞ് നോക്കേണ്ട വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടീൻ്റെ മുകളിൽ എന്തൊക്കെ പണിയെടുത്തതെന്ന് എന്തൊക്കെ ചെയ്തു എന്ത് ചേഞ്ച് ചെയ്തെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മറ്റുള്ള വണ്ടികളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഉടായ്പെല്ലാം ചെയ്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വഴിയിൽ കുടുങ്ങുന്ന അവസ്ഥകൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സി എഞ്ചിൻ്റെ ക്രൈസ് കൊണ്ട് ഇന്ന് തന്നെ എടുത്തിട്ട് ഇന്ന് തന്നെ ഓടിക്കണം എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ചൊരു വെയിറ്റിംഗ് എടുത്തിട്ട് ഒരു വണ്ടി എടുക്കുക, വർക്ക് എടുപ്പിക്കുക. പിന്നെ വളരെ അപൂർവ ആളുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് എടുത്ത് കൊടുക്കുന്ന ആളുകളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും നമ്മൾ അവരുടെ തന്നെ എത്തിപ്പെട്ടോളണമെന്നില്ലല്ലോ വണ്ടി അന്വേഷണത്തിൽ. അതാണൊരു വസ്തുത. ഇത് ഈ വണ്ടി 35 മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ താഴോട്ടൊന്നും പോകുന്നില്ല. ക്രാങ്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല. നമുക്ക് അതിനെക്കുറിച്ച് തുറക്കാത്തതുകൊണ്ടൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാലും ക്രാങ്ക് വെയിറ്റ് ഉണ്ട്. ഒന്നുകൂടെ നോക്കുകയാണ്. നോക്കാട്ടോ. 30-35 ഇടയിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റോയൽ എൻഫീൽഡ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ അറിയാവുന്നതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് കുടുങ്ങിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുക കേട്ടോ. വാട്സപ്പിന് ഞാൻ കഴിയുന്നത് വൈകുന്നേരം മാത്രമേ റിപ്ലൈ ചെയ്യുള്ളൂ. നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ റിപ്ലൈ ചെയ്യുള്ളൂ. റിപ്ലൈ എത്ര വൈകാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.